നമസ്കാരം. ഷെയർ മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലത്തെ വിപണിയിലെ കുതിപ്പ് കൊണ്ട് റിക്കവറി പ്രതീക്ഷിച്ച നിക്ഷേപകർക്ക് നിരാശയാണ് ഇന്ന് മാർക്കറ്റ് നൽകിയത്. സെൻസെക്സിലെ 1100 പോയിന്റിന്റെ വമ്പൻ തകർച്ച, റിലയൻസ് ജിയോയുടെ IPOവുമായി ബന്ധപ്പെട്ട നിരാശാജനകമായ വാർത്ത, അമേരിക്കൻ IT ഭീമനായ ഒറാക്കിളിലെ പിരിച്ചുവിടലുകൾ, ഒപ്പം ഗൾഫ് പ്രതിസന്ധി നമ്മുടെ ജ്വല്ലറി ബിസിനസിനെയും ഇന്ധന വിതരണത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നതുൾപ്പെടെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ നേരിട്ട് ബാധിക്കുന്ന ഏറ്റവും പുതിയ വാർത്തകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ആദ്യമായി ഇന്നത്തെ മാർക്കറ്റ് തകർച്ചയെക്കുറിച്ച് തന്നെ സംസാരിക്കാം. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വിപണി വീണ്ടും കൂപ്പുകുത്തുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടത്. സെൻസെക്സ് 1097 പോയിന്റുകൾ ഇടിഞ്ഞ് വലിയൊരു തകർച്ച രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി 50 വീണ്ടും 24,450ലേക്ക് പതിച്ചു. ആഗോള വിപണിയിൽ ഡൗ ജോൺസ് നേരിട്ട വൻ തകർച്ചയും കുതിച്ചുയരുന്ന ക്രൂഡ് ഓയിൽ വിലയുമാണ് ഇന്ത്യൻ വിപണിയിൽ വലിയൊരു പാനിക് സെല്ലിങ്ങിന് കാരണമായത്. ടോപ്പ് ലൂസേഴ്സിന്റെ പട്ടികയിൽ ICICI ബാങ്ക്, ശ്രീറാം ഫിനാൻസ് തുടങ്ങിയ ഫിനാൻഷ്യൽ ഓഹരികൾ 3% തകർന്നത്. എന്നാൽ ഈ വൻ വീഴ്ചയിലും ഡിഫൻസ് സെക്ടറിലെ BEL 2% നേട്ടമുണ്ടാക്കി. റീറ്റെയിൽ നിക്ഷേപകർ ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു വമ്പൻ IPO വാർത്തയാണ് അടുത്തത്. മുകേഷ് അംബാനിയുടെ റിലയൻസ് ജിയോയുടെ IPO നടപടികൾ അനിശ്ചിതത്വക്കറായിരിക്കുകയാണ്. ഇന്ത്യയിലെ എക്കാലത്തെയും വലിയ IPO ആകുമെന്ന് കരുതപ്പെട്ടിരുന്ന ജിയോ IPO ചില റെഗുലേറ്ററി പ്രശ്നങ്ങൾ കാരണം വൈകുമെന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിക്ഷേപകർക്ക് ഇതൊരു വലിയ നിരാശയാണ് നൽകുന്നത്. ഈ ഇഷ്യൂ എന്ന് വിപണിയിലെത്തുമെന്ന കാര്യത്തിൽ ഇനി കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതേസമയം മിഡിൽ ഈസ്റ്റിലെ യുദ്ധഭീതിക്കിടയിൽ ഇന്ത്യക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന വാർത്ത ഗവൺമെന്റ് വൃത്തങ്ങളിൽ നിന്നും പുറത്തുവന്നിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടും ഇന്ത്യയുടെ ഇന്ധന വിതരണത്തെ അത് കാര്യമായി ബാധിച്ചിട്ടില്ല. കാരണം ഇന്ത്യ ഇപ്പോഴും റഷ്യയിൽ നിന്നും വലിയ തോതിൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്. ഇതിനു പുറമെ ഹോർമുസ് വഴി അല്ലാതെ മറ്റു മാർഗങ്ങളിലൂടെ എണ്ണ എത്തിക്കാനും ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. അതിനാൽ രാജ്യത്ത് പെട്ടെന്നൊരു ഇന്ധനക്ഷാമം ഉണ്ടാകുമെന്ന പേടി വേണ്ട എന്നാണ് ഗവൺമെന്റ് വൃത്തങ്ങൾ പറയുന്നത്. എങ്കിലും ഗ്ലോബൽ മാർക്കറ്റിൽ വില കൂടുന്നത് നമ്മളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇറാൻ-ഇസ്രയേൽ പ്രതിസന്ധി നമ്മുടെ മറ്റൊരു പ്രധാന സെക്ടറിനെ വലിയ രീതിയിൽ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയുടെ ജ്വല്ലറി കയറ്റുമതിയും ഡയമണ്ട് ഇറക്കുമതിയും വലിയ തോതിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. സൂററ്റ് പോലുള്ള ഡയമണ്ട് ഹബ്ബുകളിൽ പണിക്കുള്ള ഡയമണ്ടുകൾ ലഭിക്കാത്ത അവസ്ഥയാണ്. ഇസ്രയേലിൽ നിന്നുള്ള സപ്ലൈ ചെയിൻ തകർന്നതാണ് ഇതിനു കാരണം. ജ്വല്ലറി കമ്പനികളുടെ അടുത്ത ക്വാർട്ടർ റിസൾട്ടുകളിൽ ഈ സപ്ലൈ ചെയിൻ പ്രശ്നങ്ങളുടെ പ്രതിഫലനം നമുക്ക് കാണാൻ സാധിച്ചേക്കാം. ഇനി ഗ്ലോബൽ IT സെക്ടറിലേക്ക് വന്നാൽ ടെക് ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് അമേരിക്കയിൽ നിന്നും വരുന്നത്. പ്രമുഖ സോഫ്റ്റ്വെയർ കമ്പനിയായ ഒറാക്കിൾ ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിടാനൊരുങ്ങുകയാണ്. നിർമ്മിത ബുദ്ധിയുടെയും മറ്റും കടന്നുവരവോടെ ഡേറ്റാ സെന്ററുകൾ പ്രവർത്തിപ്പിക്കാനുള്ള ചിലവ് കുതിച്ചുയർന്നതാണ് കമ്പനിയെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചത്. യുദ്ധം ആഗോള സമ്പദ്വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അഥവാ ADB ഇന്നൊരു പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഈ യുദ്ധം ഏകദേശം 1 മാസം കൂടി നീണ്ടു നിൽക്കുകയാണെങ്കിൽ പോലും അത് ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ വളരെ ചെറിയ രീതിയിൽ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നാണ് ADB പറയുന്നത്. ഇത് വിപണിക്ക് വളരെ വലിയൊരു ആശ്വാസം നൽകുന്ന റിപ്പോർട്ടാണ്. മാക്രോ എക്കണോമിക് തലത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടില്ല എന്നത് വ്യക്തമാക്കുന്നു. അടുത്തത് സൺ TV നെറ്റ്വർക്കിൽ നിന്നുമുള്ള ഒരു അപ്ഡേറ്റാണ്. കമ്പനി തങ്ങളുടെ നിക്ഷേപകർക്ക് ഒരു ഷെയറിന് 1.25 രൂപ വീതം ഇന്ററിം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഡിവിഡൻഡ് ലഭിക്കാൻ അർഹതയുള്ളവരെ കണ്ടെത്തുന്നതിനുള്ള റെക്കോർഡ് ഡേറ്റ് കമ്പനി ഉടൻ തന്നെ വ്യക്തമാക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഈ ഓഹരികൾ ഉണ്ടെങ്കിൽ റെക്കോർഡ് ഡേറ്റിന് മുൻപായി പോർട്ട്ഫോളിയോയിൽ നിലനിർത്താൻ ശ്രദ്ധിക്കുക. ഇനി അവസാനമായി പ്രൈമറി മാർക്കറ്റിലേക്ക് നോക്കാം. അടുത്ത ആഴ്ച IPO വിപണി വളരെ സജീവമായിരിക്കും. രാജ്പുതാന സ്റ്റെയിൻലെസ്, ഇന്നോവിഷൻ എന്നിവയുൾപ്പെടെ 4 പുതിയ SME IPOകളാണ് അടുത്ത ആഴ്ച വിപണിയിലെത്തുന്നത്. കൂടാതെ മുൻപ് ക്ലോസ് ചെയ്ത 5 IPOയുടെ ലിസ്റ്റിംഗും അടുത്ത ആഴ്ച നടക്കും. ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുകൾ ഇവയാണ്. വരും ദിവസങ്ങളിൽ വിപണി കൂടുതൽ താഴേക്ക് പോകുമോ അതോ തിരിച്ചു കയറുമോ എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.